PSC ടോക്സിന്റെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ശതമാനം എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടൈപ്പ് നമ്പർ 14. ചോദ്യം ശ്രദ്ധിക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയെ 120 നിന്നും 132 ആക്കി വർദ്ധിപ്പിച്ചാൽ വർധനവിലെ ശതമാനം എത്ര? ചോദ്യം ഒന്നുകൂടി നോക്കാം. ഒരു സംഖ്യയെ 120 നിന്ന് 132 ആക്കി വർദ്ധിപ്പിച്ചാൽ വർധനവിലെ ശതമാനം എത്ര? വർധനവിലെ ശതമാനം കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. വർധനവ് എത്രയാണോ ഉണ്ടായത്, അതായത് വർധനവിലെ ശതമാനം കണ്ടുപിടിക്കാൻ വർധനവ് ഡിവൈഡഡ് ബൈ ആദ്യ സംഖ്യ ഇൻറ്റു 100. അത്രയേ ഉള്ളൂ. PSC പഠനം ഒരു തപസ്സായി ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ PSC ടോക്സ് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കൂട്ടം അധ്യാപകരാണ് ഇതിലെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 15,000 മിനിറ്റ് സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസുകൾ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 1989 മുതൽ 2020 വരെ ചോദിച്ച മുഴുവൻ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കീവേഡ് സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ആപ്ലിക്കേഷനിൽ കാണാവുന്നതാണ്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ക്വിസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, വീഡിയോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പോലും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCRT സ്കൂൾ പാഠപുസ്തകങ്ങൾ വേറെയും ഉണ്ട്. എവിടെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയാത്ത ഒരാൾക്കും മത്സര പരീക്ഷകളിൽ ഒരു 100 റാങ്കെങ്കിലും മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും 100% പ്രയോജനകരമായിരിക്കും PSC ടോക്സ് എന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. വിശ്വസിക്കാം. പരീക്ഷയുടെ മാധ്യമം ഏതായാലും, പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയായാലും, PSCയുടെ സിലബസ് എന്ത് തന്നെയായാലും മറ്റേത് പഠന സഹായേക്കാളും തികച്ചും വ്യത്യസ്തവും പുതുമയും നിറഞ്ഞ രീതിയിലാണ് PSC ടോക്സ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വർധനവ് എത്രയാണോ 120 എന്ന സംഖ്യ 132 ആയി മാറിയെങ്കിൽ വർധനവ് 12 ആണ്. അപ്പോൾ വർധനവ് 12 ആണെങ്കിൽ 12ന് നമ്മൾ എഴുതുക, ആദ്യ സംഖ്യ എഴുതുക. ആദ്യ സംഖ്യ 120 ആണ്, ഇൻറ്റു 100. നമുക്ക് നോക്കാം. ഈ 0യും ക്യാൻസൽ ആവും. ഈ 12ഉം ക്യാൻസൽ ആവുമ്പോൾ ബാക്കി നമുക്ക് കിട്ടും 10%. 0 ക്യാൻസലായി, 12 ക്യാൻസലായി. ദ റിമൈനിങ് നമ്പർ എക്സിസ്റ്റിംഗ് ഈസ് 10. അവിടെ ബാക്കി 10 എന്ന് പറയുന്ന നമ്പർ മാത്രമേ ഉള്ളൂ. 10%. 120നെ 132 ആക്കി വർദ്ധിപ്പിച്ചാൽ വർധനവിലുണ്ടായ ശതമാനം 10. വർധന ശതമാനം കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. വർധനവ് ഡിവൈഡഡ് ബൈ ആദ്യ സംഖ്യ ഇൻറ്റു 100. വർധനവ് ഡിവൈഡഡ് ബൈ ആദ്യ സംഖ്യ ഇൻറ്റു 100 ചെയ്താൽ വർധനവിലെ ശതമാനം കണ്ടുപിടിക്കാൻ കഴിയും. ടൈപ്പ് നമ്പർ 14 നിന്നും രണ്ടാമത് മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. For more classes, download PSCtalks.